എന്ന് പറയുന്ന പടം ചെയ്തു. അതുപോലെ ഫസ്റ്റ് മൂവി ആഭാസം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ബേബി ഗേൾ ഇപ്പോൾ ചെയ്തു പോലീസായിട്ട്. അങ്ങനെ 3-4 പടം ഞാൻ പോലീസായിട്ട് ചെയ്തു. 4 പോലീസ് 4 രീതിയിൽ ചെയ്യണമെന്ന് വിചാരിച്ച ഈ പ്രശ്നങ്ങളില്ല. മനസ്സിലായില്ലേ? നമുക്ക് ഒരേ ക്യാരക്ടറുള്ള പോലീസ് അല്ലല്ലോ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള. ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള, ബിഹേവിയർ ഉള്ള, സംസാര രീതിയുള്ള, ആക്ഷൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പല പല പോലീസുകാരുണ്ടല്ലോ. നമ്മളിതിങ്ങനെ പിടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ നേരത്ത് പിന്നെ നമുക്ക് അങ്ങനെ തോന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ഒരു ക്യാരക്ടർ ആണെങ്കിൽ പോലും ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ നോക്കിയാണ്. ചില ആൾക്കാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ടൈപ്പ് കാസ്റ്റ് ആയി പോകുമോ എന്നുള്ളൊരു സാധനമൊക്കെ ഉണ്ടെന്നുള്ളത്. ഞാൻ കുറേ സിനിമയിൽ കൂട്ടുകാരനായി വന്നു. ഞാൻ ഹൃദയത്തിന് ശേഷം ഇറങ്ങി കുറേ സിനിമകളിൽ കൂട്ടുകാരനായിരുന്നു. ആ സിനിമകളിലെല്ലാം കൂട്ടുകാരനായപ്പോഴും എന്നോട് എല്ലാവരും ചിലരൊക്കെ ഒന്ന് പറയാം, പക്ഷേ ഇതിലും കൂട്ടുകാരനാണ്. നമ്മളെന്താ ഈ സെറ്റിൽ ഒരേ സെറ്റിൽ വർക്ക് ചെയ്യുന്നവർ തന്നെ ഈ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ അടുത്ത സെറ്റിൽ നമ്മൾ കാണും. നമ്മൾ വേറൊരു പടത്തിൽ കാണുമ്പോൾ അവരെ കാണും. പക്ഷെ ഡയറക്ടേഴ്സ് ആൾക്കാരൊന്നും ആയിരിക്കില്ല. ഈ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടാവും, ഈ ക്യാമറയിൽ വർക്ക് ചെയ്യുന്നത്, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്നത്, ഇവരൊക്കെ വീണ്ടും കാണും. അപ്പോൾ അവരെ പറയും, പക്ഷേ വീണ്ടും കൂട്ടുകാരനാണല്ലേ. പിന്നെ നമുക്കറിയാന്നുള്ള ഫ്രണ്ട്സ് പറയും, ആക്ടേഴ്സ് പറയും, ടൈപ്പ് കാസ്റ്റ് ടൈപ്പ് ഉണ്ടാ, ആ സാധനം അങ്ങനെ പിടിക്കണ്ടെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്, അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ആയി പോവില്ല. നമ്മൾ ചെയ്യുന്ന 6 കൂട്ടുകാരും 6 തരത്തിലുള്ളതാണെങ്കിൽ ടൈപ്പ് കാസ്റ്റ് ആയി പോവില്ല. അപ്പൊ നമുക്ക് നമ്മളെ ക്യാരക്ടർ നോക്കുന്ന ഒരാൾക്ക് മനസ്സിലാവും, ആ കൂട്ടുകാരനല്ലല്ലോ ഇതല്ലല്ലോ അത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് വേറൊരു ക്യാരക്ടർ നമുക്ക് കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നതും വിശ്വസിക്കുന്നതും. അങ്ങനെയാണെങ്കിൽ